ങ്ങളിലൊക്കെയാണ് അഭിപ്രായ വ്യത്യാസമെന്നും അതിൽ തീരുമാനമായോ ഇല്ലയോ എന്നറിഞ്ഞാൽ നമുക്ക് ഐക്യപ്പെടാമെന്നും നമ്മളും അതിന് തയ്യാറാണെന്നുള്ള പ്രഖ്യാപനമുണ്ടല്ലോ. എന്തൊക്കെയായിരുന്നു ആ പ്രഖ്യാപനങ്ങള്? സംസം വെള്ളത്തിന് പുണ്യമുണ്ടോ, ഖബർ ശിക്ഷയുണ്ടോ ഇല്ലയോ എന്ന് തീരുമാനമായോ, സിറാത്ത് പാലം ഉണ്ടോ ഇല്ലയോ, മീസാൻ എന്ന് പറയുന്ന പരലോകത്തുള്ള ആ വിഷയമുണ്ടോ ഇല്ലയോ, ഇങ്ങനെ കണ്ണൂറിന് വേണ്ടി മന്ത്രിക്കുന്ന മന്ത്രം നിങ്ങൾ ചെയ്യാറുണ്ടോ ഇല്ലയോ എന്നൊക്കെ തീരുമാനമായോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതിൽ തീരുമാനമാകാനൊന്നുമില്ലല്ലോ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വിനീതന് കഴിഞ്ഞ 10-12 വർഷക്കാലം മർക്കസ് ദഅവ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോയ ഒരു പ്രബോധക കൂട്ടായ്മയിൽ അംഗമായിരുന്നു. ഒരുപാട് പരലോകത്തെപ്പറ്റി പറയുന്ന പ്രസംഗങ്ങൾ എന്റേത് ലഭ്യമാണ്. ഇപ്പോഴും യൂട്യൂബിൽ തെരഞ്ഞാൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അതിലൊക്കെ സിറാത്ത് എന്ന പാലത്തെപ്പറ്റി ഈ വിനീതം പ്രസംഗിച്ചിട്ടുണ്ട്. ഹദീസുകളിൽ അത് വന്നതാണല്ലോ. പ്രിയപ്പെട്ടവരെ, ഒരുപാട് ഉംറയ്ക്ക് അമീറായി വിനീതം പോയിട്ടുണ്ട്. ഒരൊറ്റ ആളോടും പറഞ്ഞിട്ടില്ല നിങ്ങൾ സംസം വെള്ളം തിരിച്ചു കൊണ്ടുപോകേണ്ടെന്ന്. കാരണം സംസം വെള്ളം കൊണ്ടുപോകുക എന്നുള്ളത് വിശ്വാസികൾ ഇന്നോളം സ്വീകരിച്ച നടപടിയാണ്. നമ്മൾ അതിന് നിഷേധിച്ചിട്ടില്ലല്ലോ. തീരുമാനമാകേണ്ട കഴിഞ്ഞ ആഴ്ച സംശയം ചോദിച്ചത്, പ്രവാചകൻ ഈ സംസം വെള്ളം എല്ലാ രോഗത്തിലുള്ള ശമനാണെന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ്. കാരണം സുഹൃത്തുക്കളെ, നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് മുഹമ്മദ് നബി ആരാണെന്നാണ്. അള്ളാഹ് പറഞ്ഞ പ്രവാചകന് ഒരു മതവിഷയം പറയുകയാണെങ്കിൽ അള്ളാഹിന്റെ ദിവ്യ സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിലേ പറയുള്ളൂ എന്നാണ്. അങ്ങനത്തെ ഒരു പ്രവാചകനും ഒരിക്കലും അനുഭവജ്ഞാനത്തിന് വരെ എതിരായൊരു സംഗതി പ്രവാചകൻ പറയുമോ? ഒരിക്കലും പ്രവാചകൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ഒരു ഹദീസ് ഇമാം ദാറഖുത്നി ഹാക്കിം ഉദ്ധരിച്ചിട്ടുണ്ട്, മാവു സംസം ലിമാ ശുരിബ ലഹു. ഏത് രോഗം, ഇപ്പൊ ക്യാൻസർ ആവട്ടെ, അത് മാറണമെന്നാണ് വിചാരിച്ചിട്ട് ആ സംസാണ് കുടിച്ചാൽ സംസം മാറും. എയ്ഡ്സ് രോഗമാവട്ടെ, അത് അവിടെ മാറണമെന്ന് വിചാരിച്ചെങ്ങാണ്ട് സംസം കുടിച്ചാൽ മാറുന്നാണ്. എന്തിനും നമ്മൾ ഉദ്ദേശിച്ചാണ് കുടിച്ചാൽ അതിന് സിദ്ധി കിട്ടുമെന്ന് പറഞ്ഞ ഹദീസ് ഉണ്ട്. ആ ഹദീസിനെ കുറിച്ച് ഗൾഫിലെ ഷെയ്ഖായ അൽബാനി വരെ പറഞ്ഞത് മൗലൂ എന്നാണ്. മൗലൂ എന്നാണ് മനുഷ്യ നിർമ്മിത ലൈഫിനേക്കാൾ കുറച്ച് ഗൗരവമാണ്. അത് ഇസ്ലാമിനെ വികൃതമാക്കാൻ വേണ്ടി, ഇസ്ലാമിനെ മുസ്ലിങ്ങളെ ചതിക്കാൻ വേണ്ടി. കാരണം ഈ ഹദീസ് അങ്ങനെയാണ്, ഈ മുസ്ലിങ്ങൾ സ്നേഹിതന്മാരെ ചികിത്സ ചെയ്യാതെ ഈ വെള്ളം കുടിച്ച് ഇരിക്കൂലേ, അങ്ങനെ മുസ്ലിങ്ങളെ മുഴുവൻ നശിപ്പിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഏതൊരു ജൂതന്, ഏതൊരു മനുഷ്യനെ കെട്ടിയുണ്ടാക്കിയ ഹദീസാണ്. ഈ ഹദീസിനെ കുറിച്ച് വ്യക്തമായിട്ട് വിധി പറഞ്ഞിട്ടുണ്ട്. ആ ദുർബല ഹദീസ് ഇർവാൽ എന്ന അദ്ദേഹത്തിന്റെ കിതാബിലും അഹദീസു ലൈഫ് എന്ന കിതാബിലെല്ലാം തന്നെ ആ ഹദീസ് ഒരിക്കലും നബി പറഞ്ഞതല്ല, മനുഷ്യ നിർമ്മിതാന്ന് പറഞ്ഞു. ഇനി നിർമ്മിതമാണതിന് ഏറ്റവും വലിയ തെളിവ് കഴിഞ്ഞ കുത്തുബി പറഞ്ഞു. കാരണം പ്രവാചകന്റെ ജീവിതത്തിൽ ഒറ്റ സംഭവം വരെ എല്ലാ സ്നേഹിതന്മാർ രോഗിക്ക്, ഏതെങ്കിലും രോഗിക്ക് നബി സംസം കൊടുക്കാൻ പറഞ്ഞത്. നേരമായി ധാരാളം ഹദീസ് കാണാൻ നബി തേൻ കൊടുക്കാൻ പറഞ്ഞതും കർജീരകം കൊടുക്കാൻ പറഞ്ഞതും സുന്നാമാക്കി കഴിക്കാനും ഒക്കെ പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ പ്രവാചകൻ ഞാൻ പറഞ്ഞ ജൂത ഡോക്ടർ വരട്ടായിരുന്നു. അപ്പൊ സംസം കൊണ്ടെല്ലാം മാറി. പിന്നെ മക്കത്തും മദീനത്തൊക്കെ എത്ര ആസ്പത്രി ഉണ്ട്. ഇനി പ്രത്യേകിച്ച് ഹറമിൽ വരെ എഴുതിയത് കാണും, സംസം തണുത്ത സംസം കുടിക്കുന്നത് ഒഴിവാക്കുക. അത് കുടിച്ചിട്ട് ചിലർക്ക് പരയൊക്കെ ഉണ്ട്. ഹറമിന്റെ പള്ളിന്റെ ഉള്ളിൽ ഇങ്ങനെ കുറച്ചും കൊണ്ട് കുത്തിയിരിക്കും. കാരണം ഇതിങ്ങനെ തണുത്തത് കുടിച്ചിട്ട് ജലദോഷമൊക്കെ ഉണ്ടാകുകയാണ്. അപ്പൊ അവിടെ തന്നെ മക്കത്തും മദീനത്തൊന്നും ആസ്പത്രിയൊന്നും ആവശ്യമില്ലല്ലോ. ഇനി ഈ പറയുന്ന ആളുകൾ വരെ അലോപ്പതി ആസ്പത്രിയൊക്കെ നടത്തുന്നുണ്ട്, ഹോമിയോപ്പതി വരെ നടത്തുന്നുണ്ട്, അലോപ്പതി നടത്തുന്നുണ്ട്, ആയുർവേദിക് നടത്തുന്നുണ്ട്. പക്ഷേ ഈ ഹദീസ് സഹിയ എന്ന് പറഞ്ഞവര് അവരെങ്കിലും ഇത് പ്രായോഗികമാക്കണ്ടേ? അവരുടെ ഏതെങ്കിലും ആസ്പത്രിയിൽ സംസം വെള്ളം കൊണ്ടു വെച്ചിട്ടുണ്ടോ? ഇന്ന് രോഗികൾ വരുമ്പോൾ ആ വെള്ളം കൊടുക്കുന്നുണ്ടോ? അപ്പൊ അതൊരു മനുഷ്യനിർമ്മിതമായ ഹദീസാണ്. അത് മുസ്ലിങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി കെട്ടിയുണ്ടാക്കിയതാണ്. അത് പണ്ഡിതന്മാർ, ഹദീസ് പണ്ഡിതന്മാർ